ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാശിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട്. രമേശും പ്രവീൺചേട്ടനും ഒക്കെ വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. തിങ്കളാഴ്ച ആണെങ്കിൽ കാശിക്ക് എക്സാമുമാണ്, അതുകൊണ്ട് സ്കൂളിൽ വിടാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ ആരും കാണത്തില്ല, ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുവാണ്. അപ്പോൾ എന്നുണ്ടെങ്കിൽ കാശിയും ഏട്ടനും വീട്ടിലില്ല. അവരാണെന്നുണ്ടെങ്കിൽ മുണ്ടയ്ക്ക് പോയേക്കുവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞല്ലോ, വലിയ പാർട്ടിയായിട്ടൊന്നും ഇവിടെ നടത്തുന്നില്ലെന്നൊക്കെയാണ് അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് കാണുമ്പോഴത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തുവാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം രാവിലെ എനിക്ക് ഇച്ചിരി ജോലിയായിരുന്നു. മീൻകറിയും ചിക്കൻ കറിയൊക്കെ വെക്കുമായിരുന്നു. വൈകിട്ടത്തേക്ക് അവർ വരത്തുള്ളെങ്കിലും ഈ ശ്രീമോൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവനെ വെച്ചുകൊണ്ട് വേണം എനിക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അപ്പോൾ ഈ 2 കറികളും ആക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ബലൂണെല്ലാം വീർപ്പിക്കാനായിട്ട് ഇറങ്ങിയത്. ഈ പമ്പുള്ളത് കൊണ്ട് തന്നെ വലിയ ഉപകാരം, എനിക്ക് ഊതാനൊന്നും പറ്റത്തില്ല. പിന്നെ അതുമാത്രമല്ല, കൈ നഖം ഉള്ളതുകൊണ്ട് ഇങ്ങനെ കെട്ടാനും നല്ല പാടാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യേണ്ടത്. എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഞാൻ ചെയ്യാറുണ്ടെങ്കിലും എല്ലാവരും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ കാശിയുടെ ബർത്ത്ഡേക്ക് ചെയ്തില്ലെങ്കിൽ അതൊരു വിഷമമല്ലേ അവനായ. അതുകൊണ്ടാണ് ഞാൻ തന്നെയാണെങ്കിലും ഞാൻ ഇതെല്ലാം ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്ക് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടവുമാണ്. അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ ചീനിയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കാശി മുണ്ടയ്ക്ക് നിൽക്കുവാണ്, ഏട്ടൻ മാത്രമേ വന്നുള്ളൂ. ഏട്ടൻ വന്ന കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അവൻ അച്ചുവിൻ്റെ അടുത്താണ്. അവിടെ ലച്ചു ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് ബോറടി ആയതുകൊണ്ട് അവൻ അച്ചുവിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ അവളെ വിളിച്ച് ഞാൻ തിരക്കുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യും ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ ഏട്ടനുമായിട്ട് കളിയായിരുന്നു കുറേ സമയം. ഞാൻ ആ സമയം കൊണ്ട് എന്തുവായാലും എല്ലാം കെട്ടി അത് സെറ്റാക്കാമെന്നുള്ള ഇത് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ എന്തൊക്കെയാണെന്ന് കൊച്ചാട്ടൻ അതിൻ്റെ ഇടയ്ക്കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാം സഹകരിച്ച് നിന്ന് കേട്ടോ. അത് തന്നെ വലിയ കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പോലും ഒന്നും എനിക്ക് നടക്കത്തില്ല. ശ്രീമോൻ കരച്ചിലും ബഹളോ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. എന്തായാലും ഏട്ടനിരിക്കുമ്പം തന്നെ ഞാൻ ആ മേളിലൊക്കെ അങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കർട്ടനൊന്നും മാറ്റണമെന്നുണ്ടായിരുന്നു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാഞ്ഞാണ് കേട്ടോ. ഞാൻ ഓർത്ത് ഇത് മതി, അതിന് ചേരുന്നുണ്ടല്ലോ എന്നും കരുതി ഞാൻ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പോയില്ല. ആ വൈറ്റ് കർട്ടൻ ഇവിടെ ആക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനൊന്നും മുതിർന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ തന്നെ വേണമല്ലോ എല്ലാം ചെയ്യാൻ. പിന്നെ ശ്രീമോന് വയലൻ്റ് ആവുന്നതിന് മുമ്പ് ജോലികൾ ഒതുക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാനിങ്. അപ്പം എല്ലാ ബലൂണും ഞാൻ എടുത്തില്ല കേട്ടോ. ഇത്രയും വേർപ്പിച്ച് കയ്യിലിങ്ങനെ കെട്ടിയപ്പോഴത്തേക്ക് എനിക്ക് കൈക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു 10-25 ബലൂണ് 2 കളറിൻ്റെയും മാറ്റി വെച്ചിട്ടാണ് എടുത്തത്. അപ്പം ബാക്കിയുള്ളതെല്ലാം ഞാനിങ്ങനെ അങ്ങ് കെട്ടി തൂക്കാമെന്ന് കരുതി. ആ അത്ര നീളത്തിലുള്ള ഒരു ചരടേ ഉള്ളായിരുന്നു, ഇവിടെ കയറും ഇല്ലായിരുന്നു. എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ. ചേച്ചി ഒന്നും വരുന്നില്ലെന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു എങ്കിൽ വൈകിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. അമ്മ അവിടെ ഇന്നത്തെ ഞങ്ങൾ വരുമെന്നും പറഞ്ഞുകൊണ്ട് ചോറും ഒക്കെ കൂടുതലൊക്കെ വെച്ചിട്ടു. അപ്പോൾ രാവിലെ വിളിച്ചതിനോട് പറഞ്ഞു നേരത്തെ പറയണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ താമസിച്ചു പോയി, അതുകൊണ്ടാണ് പിന്നെ ഞാൻ വരാഞ്ഞത്. ഏട്ടനും കാശിയും വരും, അവർ കഴിച്ചിട്ടേ വരത്തുള്ളൂ, ഞാനും ശ്രീമോനും വരത്തില്ലെന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ പരിപാടികളെല്ലാം ഒതുക്കി വെക്കുന്നത്. ആരും വന്നില്ലെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് അവനെ സന്തോഷിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നേ. ഇതാണ് ഞാൻ പറഞ്ഞ നെറോട്ടോ, അങ്ങനെ തന്നെയാണോ ഇത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതൊക്കെ വെച്ചപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇതൊക്കെ വന്ന് കാണുമ്പോഴത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തരാമേ. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോൻ എന്തുവായാലും അത്രയും സമയം ഉറങ്ങാത്തത് കൊണ്ട് അന്നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സമയം 1 മണി ആയിട്ടുണ്ട്. ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, രാവിലത്തെ ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഇനി കാശിയൊക്കെ വന്നതെല്ലാം കണ്ടതിന് ശേഷം വേണം എനിക്ക് കഴിക്കാൻ. അപ്പോൾ ഈ ഡൈനിങ് ടേബിളോട് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ഭാഗം ഫുൾ ക്ലിയർ ആയി. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ നിൽക്കണ്ടല്ലോ. അപ്പം ഞാനാണെങ്കിൽ ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അവന് ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. അവന് 7 ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 ഗിഫ്റ്റ് തന്നെ കൊടുത്തു. അപ്പം ഏട്ടന് കൊടുത്ത പോലെ നറുക്കിലൊക്കെ എഴുതി കൊടുക്കണമെന്നായിരുന്നു അവൻ പറഞ്ഞിരുന്നത് നേരത്തെ. ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞു. എങ്കിലും ഞാൻ ഓർത്ത് അവന് വായിക്കാൻ അത്ര പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പേരുകളും നമ്മുടെ ആ ഹാളിൽ ഒതുങ്ങുന്ന രീതിയിൽ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവനെ റൂമിൽ നിന്ന് ഇറക്കിയത്. എന്തായാലും ഒരുപാട് സന്തോഷമായി. അമ്മ ഇതൊക്കെ എപ്പോൾ വാങ്ങിച്ചു, ഓൺലൈനിൽ വാങ്ങിച്ചപ്പോൾ എന്നെ കാണിക്കാൻ ഇതാണോ എന്നൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചത് ആ സമയത്ത് കേട്ടോ. അങ്ങനെ ഞാൻ ചീനി അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കാശി വന്നിട്ടുണ്ട്. അപ്പോൾ കാശിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഇവിടെ എന്തുവാ സംഭവിക്കുന്നുള്ളത്. വന്ന് കണ്ടപ്പോഴത്തേക്ക് അവൻ എന്ത് പറയണമെന്നറിയാൻ വയ്യ. അതിൻ്റെ ആ ഒരു സന്തോഷമാണ് കാണുന്നത്. എന്നിട്ട് എന്നോട് കണ്ടിട്ട് പറയുക, അമ്മേ ഞാൻ ഇത്രയും സെറ്റപ്പ് കണ്ടിട്ടേ ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ബലൂണൊക്കെ വീർപ്പിച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ. കളർ ബലൂണിൻ്റെ അല്ല, നെറോട്ടോയുടെ ബലൂണിൻ്റെ കാര്യമാണ് കേട്ടോ അവൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ നിന്നിട്ട് ചോദിക്കുവാണ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു ചിരിയും ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു നിമിഷത്തെ ആ ഒരു സന്തോഷം
അത്രയും മാത്രമേ ഞാൻ ആഗ്രഹിച്ചതും ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെല്ലാം ചെയ്ത് കൊടുക്കുമ്പോൾ ഏട്ടൻ പറയും, നീ അവൻ്റെ താളത്തിനെല്ലാം തുള്ളിക്കോ, നീ അവനെ വഷളാക്കുക എന്നൊക്കെ പറയും. പക്ഷേ ഞാൻ ഓർക്കും അവനും കുഞ്ഞല്ലേ, അവനും എല്ലായിടം പോയി കാണുന്നതെല്ലാം ചെയ്യുന്നതല്ലേ, അപ്പോൾ പിന്നെ അവനും ഒരു സങ്കടം വേണ്ടാന്ന് കരുതി അങ്ങനെ ജോലികളെല്ലാം ഒതുക്കി കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കേക്ക് വാങ്ങിക്കാനായിട്ട് പോകാനാണ് ഞാൻ കുളിച്ച് റെഡിയായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ അവന് സ്കൂളിൽ കൊടുക്കാനുള്ള മുട്ടായിയുടെ സ്ലിപ്പെല്ലാം അങ്ങ് റെഡിയാക്കി ഞാൻ എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. അത് എത്രയും ശരിയായെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് ഞാനത് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്തിട്ട് ഞാനത് പ്രിൻ്റ് എടുത്തതാണ്. എന്നിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് വെക്കുവാണ്. അപ്പം തൈപ്പൂയത്തിൻ്റെ നമ്മുടെ പരിപാടി നടക്കുവാണ്, നമ്മുടെ വഞ്ചിക്കോവിലിൽ ഉത്സവം നടക്കുവാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ്. രാത്രി ഇനി അവരെല്ലാവരും വന്നു കഴിഞ്ഞ് നമുക്ക് കാണാൻ പോകാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് എന്തൊക്കെ ആയി, എവിടം വരെ ആയി എന്നൊക്കെ നോക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓണത്തോട്ടിലോട്ട് പോയി കേക്ക് വാങ്ങിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ഇതുവരെ കേക്ക് വാങ്ങിച്ചിട്ടില്ല, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അവൻ വലിയ കളറൊക്കെയാണ് നോക്കുന്നത്. അവൻ ആ റെഡ് വെൽവെറ്റിൻ്റെ ഇത് പറയുന്നു, കുനാഫയുടെ പറയുന്നു. കുനാഫയാണോ അല്ല, കുനാഫയല്ല, കുൽഫി ആയിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളാണ് നട്ടി ബബിൾ എന്നും പറഞ്ഞ് ആ ഒരു കേക്കാണ് കേട്ടോ എടുത്തത്. ആ ഫ്ലേവർ നമ്മളിതുവരെ വാങ്ങിച്ചിട്ടില്ല. എല്ലാ വട്ടം 5 നമുക്ക് കേക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ നടന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നമുക്ക് ഓർഡർ കൊടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ രാവിലെ എല്ലാവരും 10 മണിയായി, അതിന് ശേഷമാണ് നമ്മളിതൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു കേക്ക് അങ്ങ് വാങ്ങിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഏട്ടനാണെങ്കിൽ അവന് സർപ്രൈസായിട്ട് അവനൊരു മീനെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. നമുക്ക് 2 ബൗളുണ്ട്, ഒരു അല്ലാത്തൊരു അക്വേറിയം ഉണ്ട്. മീനൊന്നും ഇല്ല കേട്ടോ ഇപ്പം. അപ്പോൾ കുറേ നാളും കൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അവിടെ ഉള്ളിടത്ത് പോയപ്പോഴത്തേക്ക് കട അടച്ചേക്കുമായിരുന്നു, ഇന്ന് ഉത്സവം ആയതുകൊണ്ട്. അങ്ങനെ പിന്നെ നമ്മളിവിടെ ചായക്കട മുക്കിലല്ല, കപ്പലണ്ടി മുക്കിലാണേ. അവിടെ വന്ന് നമ്മൾ 2-3 മീനെ വാങ്ങിച്ചു. ഒരു ഫൈറ്ററിനെ നമ്മൾ ഗപ്പിയെയാണ് വാങ്ങിച്ചത് കേട്ടോ. അത് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ കൊണ്ടുപോയി സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഉത്സവം കാണാനായിട്ട് പോയി. ചേച്ചിയൊക്കെ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് പോയി കാണാമെന്ന് കരുതി. പക്ഷേ കഴിഞ്ഞ വട്ടത്തിൻ്റെ അത്രയൊന്നും ഒരുപാട് ഫ്ലോട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, കുറച്ചൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ നമ്മൾ പോയി കണ്ടു. നമ്മൾ പിന്നെ നോക്കി പോയി, ഇനി നമുക്കറിയാത്ത എവിടെന്നെങ്കിലും വരുന്നുണ്ടോ എന്തുവാ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ വേറെ ഒന്നും നമ്മൾ കണ്ടതുമില്ല. ഇവിടെ വന്ന് പിന്നെ എല്ലാമൊക്കെ കണ്ടിട്ട് നമ്മളങ്ങ് വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. എത്ര നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, നമ്മൾ നേരത്തെ ഇറങ്ങിയതുമാണ്. രാവിലെ തൊട്ട് ഞാൻ ജോലി ആയതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഒരുപാട് സമയം നിൽക്കാനും വയ്യായിരുന്നേ. പിന്നെ നമ്മൾ ഈ ഉത്സവങ്ങളൊന്നും നമ്മൾ വിടുന്നതല്ല, എല്ലാ ഉത്സവങ്ങളും നമ്മൾ പോകുന്നതും കാണുകയും ഈ വീഡിയോസ് ഇടുകയും ഞാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് ഇത്രയും തിരക്കായതുകൊണ്ടാണ് ഞാൻ നിൽക്കേണ്ട, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞത്. പിന്നെ ഓരോ കരക്കാരും ഓരോ ഫ്ലോട്ട് ഇറക്കും. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഡാൻസ് കളിക്കും. ഇവരൊക്കെ എന്ത് എനർജിക്കാണ് ഡാൻസ് കളിക്കുന്നത് അല്ലേ. നമുക്കൊന്നും അങ്ങനെയൊന്നും കളിക്കാൻ പറ്റത്തില്ല, നമുക്ക് തിണ്ണം പിടിക്കുള്ളതെന്ന് പറയും. ഞാൻ പിള്ളേരെ കളിയാക്കുന്നത് പോലെ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് കളിക്കും. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാണംകേട് തോന്നും. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീടെത്തിയപ്പോഴത്തേക്ക് ആദ്യം തന്നെ കാശിക്ക് വെള്ളത്തിലിടണം, മീനെ ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഈ മീനെല്ലാം ഈ വെള്ളത്തിൽ തന്നെ ഈ പ്ലാസ്റ്റിക്കോട് ഇട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ, ആ ഒരു വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് ഇതാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വന്ന് 2 ബൗളിലും ആക്കി അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ അടുത്ത്, ബർത്ത്ഡേക്ക് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നേരം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മ പക്ഷേ ഗിഫ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചല്ലോ, ഓൺലൈനിൽ വന്നല്ലോ, അമ്മേനെ കാണിച്ചില്ലല്ലോ, അതപ്പോൾ എപ്പോൾ തരാനാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവർ മുണ്ടയ്ക്കിലെത്തിയെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചപ്പാത്തിയൊക്കെ ചൂടാക്കി വെച്ചായിരുന്നേ. അങ്ങനെ ചേച്ചിയും പ്രവീൺചേട്ടനും പിള്ളേരും കൂടാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും വരാൻ, കട അടച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലച്ചുവിന് ഞാനാണെങ്കിൽ പ്രഥമൻ ഉണ്ടാക്കി കൊടുത്താണ്. ബാക്കി ആരും പ്രഥമൻ കഴിക്കുന്നില്ല, അത് കുടിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും, ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരാരും കുടിച്ചില്ല, ലച്ചു മാത്രമേ കുടിച്ചുള്ളേ. പൊടിവാവയാണെങ്കിൽ അങ്ങ് ഇളകി മറിഞ്ഞിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് വന്നതും എടുത്തതും ഒന്നുമില്ല കേട്ടോ. ആ മുല്ലപ്പൂ ആ ഫ്രണ്ടിലോട്ട് കിടക്കും. ഞാൻ പറഞ്ഞത് കെട്ടിത്തരാമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിന് സ്ലൈഡ് എടുക്കാനൊക്കെ ആയിട്ട് ഞാൻ പോയതാണ് കേട്ടോ. അങ്ങനെ കുത്തിയൊക്കെ കൊടുത്ത് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂടെ വന്നു. കടയിൽ സ്ഥിരം വരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ വരാതെ നമുക്ക് പോരാൻ പറ്റത്തില്ല, അവരറിയുന്നില്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നെന്നുള്ളത്. അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവരടുത്ത് പറയാമായിരുന്നേ. അപ്പോൾ അച്ഛനും അമ്മയും വന്നപ്പോഴത്തേക്ക് അങ്ങ് ശ്രീമോന് ഭയങ്കര സന്തോഷം, കൈ കൊട്ടുന്നു, അവരെ വിളിക്കുന്നു, എടുക്കുന്നു, ഭയങ്കര ചാട്ടമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ആരും അങ്ങനെ അധികം വരുന്നില്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് അവനങ്ങ് ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവന് പൂച്ചയെ പോലെ ഇങ്ങനെ അടങ്ങിയിരിക്കത്തതേ ഉള്ളൂ, അല്ലാതെ അവനൊരു ഇതിനും പോകത്തില്ല. പക്ഷെ നമ്മുടെ വീട്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അങ്ങ് അർമാദിക്കും, എല്ലാ സാധനങ്ങളും എടുത്ത് കാണിക്കുകയും ചിരിക്കുകയും ഡാൻസ് കളിക്കുകയും എല്ലാം ചെയ്യും. അപ്പം ഞാൻ ചോദിക്കും, അവിടെ വരുമ്പോൾ കാണുന്ന ശ്രീമോനാണോ അവൻ? ഇവിടെ വന്നപ്പോൾ കണ്ടില്ലേ, അവൻ്റെ സ്വർഗ്ഗം ഇതാണ്, ഇവിടെ വന്നാലേ അവൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ അമ്മയെ വിളിക്കുവാണ് അവിടെ പോയിരിക്കാൻ. അങ്ങനെ അമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ കൊണ്ടിരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് സമാധാനമായി. അപ്പോൾ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ.
ഇവിടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അച്ചു നമ്മുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടല്ലോ. പിള്ളേർക്ക് ഏത് സമയവും അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് അച്ചു. അപ്പോൾ അവളാണെങ്കിൽ അവരുടെ താളത്തിന് തുള്ളുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഫുൾ അവിടെ അടുത്തായിരുന്നല്ലോ. അങ്ങനെ ബർത്ത്ഡേ ആണെന്നൊക്കെ ഇവനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് അവരും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനും അമ്മയോടൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവർ വരികയും ചെയ്തു. അപ്പോൾ പിന്നെ പറഞ്ഞു എനിക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനും ചെയ്തു. അവളൊരു ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ നിൽക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു കേക്ക് വേഗം കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ആരാ കട്ട് ചെയ്യുന്നത് അറിയത്തില്ല. പൊടിവാവൻ കട്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ പൊടിവായ്ക്ക് ഭയങ്കര നാണം. വീഡിയോ എടുക്കുന്നതിന് ഞങ്ങൾ ഈ ഹാപ്പി ബർത്ത്ഡേ പാടുന്നതിനൊക്കെയാണ് നാണിച്ച് നിൽക്കുന്നത്. ശ്രീമോൻ അന്തം വിട്ട് കുന്തം പിഴുകി നിൽക്കുമോ ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന് കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നതെന്നാണ് അവൻ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അച്ചു ആവുന്ന പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ പോയി നിൽക്കി ഫോട്ടോ ഒക്കെ എടുക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, ഫോട്ടോ എടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കേക്ക് ആരെങ്കിലുമൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പോകും. അതിന് മുമ്പ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ എല്ലാം നിർത്തി കേക്ക് കട്ട് ചെയ്യാനായിട്ട് കാശിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുവാണ് എല്ലാവർക്കും എടുത്ത് കൊടുക്കുന്നത്. അവനാണെങ്കിൽ ആ പിച്ചാത്തി കൊണ്ട് തന്നെ എടുത്ത് ശ്രീമോൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അവൻ്റെ വായിൽ ആരാണോ വെച്ചത്, അമ്മയാണ് വെച്ചതെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ആരുടെ കേക്ക് കട്ട് ചെയ്താലും നമ്മുടെ പൊടിവാവയ്ക്ക് കേക്ക് കട്ട് ചെയ്യണമല്ലോ. പൊടിവാവയുടെ ബർത്ത്ഡേ ആണെന്ന് പറയേ. അപ്പം ആരുടെ ബർത്ത്ഡേ ഞാൻ ചോദിച്ചപ്പോഴും ഇവൾ പറഞ്ഞു എൻ്റെ കാശിയുടെയും ബർത്ത്ഡേ ആണെന്ന് വന്നപ്പോഴേ പറഞ്ഞായിരുന്നേ. അത് അമ്മയുടെ ഗിഫ്റ്റാണ് കേട്ടോ. അതാണ് അമ്മ കൊടുക്കുന്നത്. അത് അച്ചുവിൻ്റെ ഗിഫ്റ്റാണ്. അത് അച്ചു കൊണ്ടുവന്നത് ഒരു വണ്ടിയായിരുന്നു കേട്ടോ. അത് പൊട്ടിക്കുന്നതിൻ്റെ അത് വീഡിയോയിൽ ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. റിമോട്ട് കൺട്രോൾ ഒരു കാറല്ല, വേറെ എന്തോ ഒരു സംഭവമായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊടിവാവയ്ക്കാണെങ്കിൽ സന്തോഷം, ഭയങ്കര സന്തോഷം. എന്താ ചെയ്യണമെന്നറിയാൻ വയ്യ. നമ്മുടെ ശ്വേതയുടെ ബർത്ത്ഡേയുടെ വീഡിയോസിലും കണ്ടില്ലേ, പൊടിവാവയാണെങ്കിൽ തൊപ്പിയും വെച്ചുകൊണ്ട് വന്നത് പൊടിവാവയും കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആരുടെ ബർത്ത്ഡേ വന്നാലും ഞങ്ങൾക്ക് കട്ട് ചെയ്യണം. ഇന്ന് അവിടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു, ഒരു വർഷത്തിൽ നിനക്ക് എത്ര ബർത്ത്ഡേ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു കേട്ടോ. ഈ കാശ് കാണിച്ച പരിപാടിയാണ് അമ്മയുടെ തലയോട്ടെല്ലാം അടിച്ചൊക്കെ കയറ്റി കളഞ്ഞ്. അങ്ങനെ പിടിച്ച് വാങ്ങിച്ച് ഞാൻ വെച്ചു വേണ്ടാന്നും പറഞ്ഞിട്ട്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്പ്രേ വാങ്ങിക്കുന്നത്. നേരത്തെ മറ്റേ അതുപോലെ വരുന്നതായിരുന്നു വാങ്ങിക്കുന്നത്. ഇതിപ്പോൾ വേറെ ഒരു സൈസായിപ്പോയി, നൂല് പോലൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രമേശ് പറഞ്ഞു രമേശിക്ക് തുണിയൊന്നും വാങ്ങിക്കാനും ടോയ്സ് ഒന്നും വാങ്ങിക്കാനൊന്നും സമയമില്ലായിരുന്നു. അതുകൊണ്ട് രമേശ് ഈന്തപ്പഴവും നട്ട്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ബദാമും ഒക്കെ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പം അതൊക്കെ ആണെങ്കിൽ കൊടുത്ത് അതെല്ലാം അതോടെ കൈയോടെ തന്നെ ചേച്ചി കവറിലെടുത്തൊക്കെ വെക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അത് മൈൻഡ് ചെയ്യത്തില്ല, ചവിട്ടി പൊട്ടിക്കാൻ ചേച്ചി എടുത്തതൊക്കെ മാറ്റി വെച്ചതാണ്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവീൺ ചേട്ടൻ ചുമ്മാ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്ന വഴി എങ്ങാണ്ട് ഷാപ്പിൽ നിന്ന് ഇച്ചിരി കള്ള് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. കൊള്ളത്തില്ലായിരുന്നു സംഭവം കേട്ടോ. ഞങ്ങൾ കുടിച്ചില്ല, ഇവർ കുടിച്ചിട്ട് പറഞ്ഞു സാധനം ഒരു ഗുമ്മില്ലായിരുന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ പിന്നെ എല്ലാവരും കൊണ്ടുവന്ന ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാശിക്ക് ഇത് കണ്ടോളാൻ വയ്യ. ഇതുപോലെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തപ്പോഴേ ചോദിച്ചു കാറാണോ എന്ന് കാശി ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവൾ എപ്പോൾ പോയി ഇത് വാങ്ങിച്ചു എങ്ങനെ വന്നത് എനിക്കറിയാൻ വയ്യ. നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു കേട്ടോ ഇവിടോട്ട് അവൾ വരുന്നത്. എപ്പോഴും ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ അച്ചു ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ ഇന്ന് എന്തായാലും പ്രതീക്ഷിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി കേട്ടോ. എല്ലാവരും ഉള്ളപ്പോൾ തന്നെ അവൾ വരികയും ചെയ്തല്ലോ. നേരത്തെയും ചേച്ചിയൊക്കെ വരുമ്പോൾ ഞാൻ വിളിക്കും കേട്ടോ, നീയും കൂടെ എന്താടി വരാഞ്ഞെന്ന് ഞാൻ ചോദിക്കും. നീ ഇന്നലെ വരെ അല്ല ഇന്ന് വരെ വന്നിട്ടില്ലല്ലോ ഡി, നീ എന്താ വരാത്തെന്ന് ചോദിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ എന്തായാലും ഇന്നിങ്ങ് എത്തിയിട്ടുണ്ട്. കാശിക്കാണെങ്കിൽ കൊണ്ടുവന്നതൊക്കെ ഒന്ന് കണ്ടോളാൻ വയ്യ. അതിന് ചാർജും ഇല്ലായിരുന്നു. ചാർജ് കുത്തിവെക്കാനും സമ്മതിക്കത്തില്ല. കുത്തിവെച്ചാലും അവിടെ പോയി നിന്ന് അതിന് ചാർജ് കയറ്റുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ കാശി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ സമയത്ത് പോയി ബാക്കി ചപ്പാത്തിയും കൂടെ ഒക്കെ ചൂടാക്കി ഫുഡുകളെല്ലാം വിളമ്പിക്കൊണ്ട് നിൽക്കുന്ന സമയമായിരുന്നേ. അച്ചുവാന്ന് തോന്നി വീഡിയോസൊക്കെ എടുത്ത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ഫുഡെന്ന് വെച്ചാൽ ചിക്കൻ കറിയും മീൻ കറിയും ചീനിയും ചപ്പാത്തിയായിരുന്നു കേട്ടോ. പിന്നെ പ്രഥമനും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ബൊഫേ പോലെ എല്ലാവരും വിളമ്പിക്കൊണ്ട് വന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുവാണ്. അപ്പോൾ ഇവരെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയെല്ലാം കൂടി ഇരുന്ന് സർവമായ സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഒരുമിച്ച് പോകാനായിട്ട് ഇറങ്ങി. പൊടിവാവ അമ്മയുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. പോയപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് പോയത്. ഇന്നിവിടെ നിന്നിട്ട് നാളെ പോകാമെന്ന് പറഞ്ഞാൽ അവരാരും നിൽക്കത്തില്ല. അവർക്ക് അവിടെ പോയി കിടന്നാലേ ഉറക്കം വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എത്ര പാതിരാത്രി ആണെങ്കിലും പോവും. പിന്നെ ലച്ചുവിനാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ടാണ് മെയിനായിട്ട് പോയത്. അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പ്രവീൺ ചേട്ടൻ്റെ ഏട്ടനും കൂടെ കാര്യം പറയാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒന്നും ഉറങ്ങത്തതും ഇല്ല, ഇവർക്ക് പോകാനും പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ രാത്രിയിൽ തന്നെ അങ്ങ് പോവാണ് കേട്ടോ. അപ്പം ബർത്ത്ഡേയുടെ തലേദിവസം ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബർത്ത്ഡേയുടെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.